ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ബാലവാടി പോവുകയാണ്. പീലിക്കുട്ടിക്ക് പോളിയോ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പീലിക്കുട്ടി അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണ് തോന്നുന്നു, കാരണം വീട്ടിലുള്ളൊരു ദിവസമാണ്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ, അത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8 മണിക്കേറ്റേ തുടങ്ങും കേട്ടോ പോളിയോ കൊടുക്കൽ. അപ്പോൾ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല വെയിലാവുമല്ലോ, അപ്പോൾ അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. പീലിക്കുട്ടീനെ വെയിലൊക്കെ കൊള്ളിച്ചിട്ട് വേണ്ടേ പോകാനും. പിന്നെ ഇതാ കണ്ണേട്ടന് പീലിക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വയസ്സൊക്കെ ആയാലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുത്തോ, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് മൊട്ടടിക്കുന്നുണ്ട്. അത് ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. നമുക്ക് 1-2 പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് മൊട്ടടിക്കണം, എന്നാലല്ലേ നല്ല തിക്കുള്ള അടിപൊളി മുടി വരുള്ളൂ. അപ്പോൾ ഒരു 2-3 തവണയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് മൊട്ടടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ തന്നെയാണ് നല്ല തിക്കുള്ള മുടിയൊക്കെ കുട്ടികൾക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ കുട്ടികൾക്ക് മുടിയൊക്കെ വെട്ടി കൊടുക്കാറുള്ളത്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബാലവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് പീലിക്കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട്. പീലിക്കുട്ടിക്ക് മരുന്ന് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. മരുന്ന് കണ്ടാൽ പോലും കരയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിയോ കൊടുക്കുന്നത് ആൾക്ക് മനസ്സിലായത് എന്തോ മരുന്നാണെന്നുള്ളത്. അപ്പം തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ചൊതുക്കിയിട്ടൊക്കെയാണ് എന്തോ 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 പിടിച്ചൊതുക്കിയിട്ടാണ് പീലിക്കുട്ടിക്ക് മന്ന് തന്നത് അല്ലേ. അപ്പോൾ ഇത് പീലിക്കുട്ടിയുടെ ഫസ്റ്റ് ടൈം പോളിയോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ ജനിച്ച ടൈമിൽ കൊടുക്കുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന്, അതല്ലാതെ ഇതാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സൺഡേ അല്ലേ, സൺഡേ അങ്ങനെയാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുക. ആർക്കും വർക്കിനും പിന്നെ ദിച്ചിന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അപ്പോൾ കുറച്ച് നേരം കൂടെ അങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പീലിക്കുട്ടിയുടെ ഓരോ ശബ്ദങ്ങളും പാദസരത്തിൻ്റെ കിളിക്കൊക്കെ കേൾക്കാം. പീലിക്കുട്ടിൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നൂൽപുട്ടിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കുള്ള എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതാ അങ്ങനെ ഞാനും പീലിക്കുട്ടിയും കൂടെ പോളിയൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വരാനുണ്ട്. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയി, എന്തോ ഒരു വലിയ കാര്യം ചെയ്തു വരുന്ന ഒരു ഭാവമായിരുന്നു കേട്ടോ അവൾക്ക്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും വെയിലായിരിക്കും. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു കവറൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് പായസമായിരുന്നു, പാലട പായസമായിരുന്നു കേട്ടോ. പായസം ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പം ഇങ്ങനെ പായസമൊക്കെ കിട്ടി. അപ്പോൾ രാവിലെ തന്നെ പായസമാണ് കേട്ടോ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ അടിപൊളി പാലട പായസം കഴിച്ചു. പാലട പായസം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. പക്ഷേ സദ്യയൊക്കെ കഴിച്ചിട്ട് പായസം കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ്സാണ് കേട്ടോ കുടിക്കും. പിന്നെ ഇതാ നൂൽപുട്ട് ഉണ്ടാക്കി, ഒരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ട്, ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊരു കറി അങ്ങനെ. പിന്നെ ഇതാ ഉച്ചത്തേക്കുള്ള കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പടവലങ്ങയും പരിപ്പൊക്കെ. പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എനിക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ടൈലർ ചേച്ചിയുടെ വീട് ഇവിടെ എവിടെയോ ആണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇവിടെ റോട്ടിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗി തോന്നിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരം നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്, നമ്മുടെ കുടുംബക്ഷേത്രത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പൂജ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും പീലിക്കുട്ടിയും ദിച്ചും റെഡി ആയിട്ട് പോവുകയാണ്. ഇത് ആട്ട് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വെളിച്ചവും കാര്യങ്ങളൊക്കെ. കുറേ ലേറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചൊരു റെസ്റ്റ് എടുത്തതായിരുന്നു കേട്ടോ. എനിക്കൊക്കെ പാടം എത്തുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഫോണിലെടുത്ത വീഡിയോസൊക്കെ ഇടും കേട്ടോ, കാരണം അത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും എടുക്കുന്നത്. നമ്മളിങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കളിയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്നും പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും അതെ അങ്ങോട്ട് ചിരിച്ച് തള്ളും, അല്ലാതെ ഞാൻ അതിനെ എതിർത്ത് പറയാൻ നിൽക്കൊന്നും ചെയ്യില്ല, ചിരിച്ച് തള്ളും. അപ്പോൾ ഇതിലെന്തെങ്കിലും ആയിട്ട് വേണം എനിക്ക് ഇവരോടൊക്കെ ഒരു മറുപടി പറയാൻ. ഗീസ് കുറേ പേരെന്നെ തളർത്താൻ വേണ്ടിയിട്ട് എന്നോട് ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നത് തന്നെ ഈ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ.
പീലിക്കുട്ടിക്ക് പരിചയമായ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒതുങ്ങിയിരിക്കില്ല കേട്ടോ. അവൾക്ക് താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഫുള്ള് കളിയായിരിക്കും. ഓടി നടന്ന് കളിക്കണം ആൾക്ക്. ഒക്കെ പരിചയമുള്ള ആൾക്കാരുമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കളിക്കും കേട്ടോ. നാളെ ആട്ടാവുന്നതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ പൂജ ഉണ്ടാവുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാവാറില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ കുറേ പേരുണ്ട്. നാളെ പാട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ. ഞാൻ ആട്ടിൻ്റെ വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. കാരണം ആട്ടിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഞാൻ 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയച്ചു തരാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ വേഗം ഇട്ടിട്ടുണ്ടായിരുന്നത്. പുറത്താരുമില്ല കേട്ടോ, നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ്. എനിക്കങ്ങനെ നമ്മളെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അങ്ങനെ അല്ലാതെ പുറത്തുനിന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ വന്നിട്ടുള്ളത് Q&A ചെയ്യുമെന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു Q&A ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ക്വസ്റ്റ്യൻസൊക്കെ ആകെ 1, 2, 3 പേരാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതും എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 4000-ഓളം ഉണ്ട് എങ്കിലും അങ്ങനെ എന്താ ഇപ്പോൾ പറയുക, ഇങ്ങനെ ഒരു കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചാലോ അതിനൊന്നും ആൻസേഴ്സ് പറയാറില്ല കേട്ടോ ആരും. അതുകൊണ്ടാണ് ഞാൻ Q&A ഒന്നും ചെയ്യാത്തത്. പിന്നെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഒരു വീഡിയോസൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ അല്ലേ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും എന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. ഒരു 10-200 പേരൊക്കെ അല്ലേ എൻ്റെ വീഡിയോസ് കാണുള്ളൂ. പിന്നെ ഏറിപ്പോയ 350 അല്ലെങ്കിൽ 500, 600, പിന്നെ ചില വീഡിയോസിനൊക്കെയാണ് 1K വരുള്ളൂ. അപ്പോൾ അതിലൊന്നും അങ്ങനെ ഇപ്പോൾ എന്നെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവില്ല. കാരണം അവർക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ട് വരികയാണല്ലോ, അങ്ങനെ കാണുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ കൂടുന്നവർ എല്ലാ വീഡിയോസും കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, അത് വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ കൂടെ കൂടുന്നവർ ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ്സും ഫ്രണ്ട്സും നാട്ടുകാരും കസിൻസും അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അറിയാത്തവരായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ ഷോർട്സ് ഇടുമ്പോഴാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരാറ്. ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് ഞാൻ അതുപോലെ ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബർ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് Q&A ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തത് ഒരു 5000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആയിട്ട് നമുക്ക് Q&A ചെയ്യാമെന്നായിരുന്നു. നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ കാണാനും ആൾക്കാർ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസും ചോദിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. പീലിക്കുട്ടിക്ക് ഈ ഒരു പ്രസാദം നല്ല ഇഷ്ടമാണ് കേട്ടോ, ആ ശർക്കര പായസം. അതും പിന്നെ ആ ഒരു വെള്ള നേദ്യം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കും കേട്ടോ. ശർക്കര മാത്രമാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചധികം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.